വടക്കാഞ്ചേരി ശ്രീ വ്യാസ NSS കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ കൈകോർത്തകാലം തൃശൂർ കാര്യാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷി വെല്ലുവിളികൾ നേരിടുന്ന മുതിർന്നവർക്കായുള്ള സ്ഥാപനമായ അംഹ സന്ദർശിച്ചു. സമൂഹത്തിൽ സ്നേഹവും കരുതലും പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഈ സന്ദർശനം ഏറെ ശ്രദ്ധേയമായി. ഏപ്രിൽ 7 രാവിലെ തൃശൂർ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൽ നിന്നാണ് സംഘം യാത്ര തിരിച്ചത്. പ്രശസ്ത സാമൂഹിക പ്രവർത്തക ഡോക്ടർ P. ഭാനുമതി ടീച്ചർ സ്ഥാപിച്ച അംഹയിലെ അന്തേവാസികൾക്കൊപ്പം സമയം ചെലവഴിച്ച വ്യാസ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ അവർക്കൊപ്പം ഭക്ഷണം പങ്കുവയ്ക്കുകയും വിവിധ കലാപരിപാടികളിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഭിന്നശേഷി വെല്ലുവിളികൾ നേരിടുന്നവരുടെ കളിച്ചിരികളിൽ പങ്കുചേർന്നത് വേറിട്ടൊരു അനുഭവമായി മാറിയെന്ന് അംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തി. അംഹയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ സമൂഹത്തിന് നൽകുന്ന വലിയ സേവനങ്ങളെക്കുറിച്ചും ഗ്രൂപ്പ് മെമ്പേഴ്സ് സംവദിച്ചു. അംഹ അന്തേവാസികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങി ഗ്രൂപ്പ് അംഗങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ സ്വീകരിച്ചു. ബാബുരാജൻ കിഴക്കേടത്ത് ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. ഏകദേശം 30-35 വർഷം മുമ്പ് ഒരുമിച്ച് പഠിച്ച കുറെ കൂട്ടുകാരാണ്. ഞങ്ങൾക്ക് ഏകദേശം 200 പേരുള്ള ഒരു ഗ്രൂപ്പുണ്ട്. വാട്സാപ്പ് കൂട്ടായ്മയാണ്. എപ്പോഴും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ യാത്രകളിൽ പോവും, ഇതുപോലുള്ള പരിപാടികൾ പങ്കെടുക്കും. ഞങ്ങളുടെ തന്നെ ഗെറ്റുഗതറുകളുണ്ട്. ആദ്യമായിട്ടാണ് ഇതുപോലുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മക്കളായിട്ട് കണക്കാക്കുന്നു, അനിയനായിട്ട് കണക്കാക്കുന്നു, അനിയത്തിയായിട്ട് കണക്കാക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂട്ടുകാരൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ വ്യക്തമായിട്ട് പറയുന്നതാണ് വളരെ കരുത്തനായിട്ടുള്ള മനുഷ്യനെന്ന നിലയിൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തവണ ഇന്നവരെ കരഞ്ഞിട്ടുള്ളൂ. അതെൻ്റെ അനിയത്തി 2 കൊല്ലം പരിസരമാണ്. ഇന്ന് ഞാൻ ഇവിടുന്ന് കുറച്ച് നേരമെങ്കിലും ഇംഗ്ലീഷിൽ പറയും ബ്രേക്ക് ഡൗൺ എന്ന് പറയും. ഇത്തിരി നേരം വേണമെങ്കിൽ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു അരമിനിറ്റ്. പരിപാടിയിൽ കൈകോർത്തകാലം അംഗങ്ങളായ ബൈജു, നിഷ, ഷീജ, ഹേമ, സന്തോഷ്, ജോയ്, ശൈലജ, ബാബുരാജൻ, മിനി, സുനി, ബിന്ദു, രാധിക, ജെംസൺ എന്നിവർ പങ്കെടുത്തു.